അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ വട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത ശിഷ്ടകാല ജീവിതം തന്ന് അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും ജീവിക്കുന്ന കാലത്ത് അവിടുത്തെ പൊരുത്തം കരഗതമാക്കുകയും അന്ത്യനാളിൽ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന, ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരത്തിനുള്ള വഴികൾ എളുപ്പമാക്കി തരട്ടെ. മുസ്ലിം ലോകത്തെയും ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ഒക്കെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാൻ 16 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത്. 17ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന നിലയിലുള്ള അഴകുള്ള ആയത്തുകളാണ് ഈ സൂറത്തുർ റഹ്മാനിലുള്ളത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്നതോടൊപ്പം ഓരോ ആയത്തുകളായി അങ്ങനെ മെല്ലെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റമദാനിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമായിരിക്കും. സൂറത്തുർ റഹ്മാനിലെ ആവർത്തിച്ച് അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സൂറത്ത് മനഃപ്പാഠമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് പടച്ചോൻ നൽകുന്ന വലിയൊരു തൗഫീഖായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ 14 അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഫബി അയ്യി ആലാഇ ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഈ സൂറത്ത് സംബോധന ചെയ്യുന്ന മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിക്കുന്നതിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകളെ നാറിൽ നിന്നുള്ള മാരിജിനാലും മനുഷ്യരെ ഫഖാർ പോലുള്ള സൽസാലിനാലുമാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വിശേഷണം പറയാം. അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹു പറയുന്നത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ജിന്നുകളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. അതാണ് റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറയുന്നത്. 2 കിഴക്കുകളുടെയും 2 പടിഞ്ഞാറുകളുടെയും പരിപാലകനായ, 2 കിഴക്കുകളുടെയും 2 പടിഞ്ഞാറുകളുടെയും പരിപാലകനാണവൻ അള്ളാഹു എന്ന് പറയാം. 2 കിഴക്കുകൾ 2 പടിഞ്ഞാറുകൾ എന്നർത്ഥം പറയാം. 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയ സ്ഥാനങ്ങളുടെയും പരിപാലകൻ എന്നർത്ഥം പറയാം. 2 ഉദയ സ്ഥലങ്ങളുടെയും 2 അസ്തമയ സ്ഥലങ്ങളുടെയും പരിപാലകൻ എന്നർത്ഥം പറയാം. 3 അർത്ഥമാണ് പറഞ്ഞത്. ഒന്ന് 2 കിഴക്കുകളുടെയും 2 പടിഞ്ഞാറുകളുടെയും അധിപൻ. മറ്റൊന്ന് 2 ഉദയ സ്ഥാനങ്ങളുടെയും 2 അസ്തമയ സ്ഥാനങ്ങളുടെയും അധിപൻ. മൂന്നാമത് പറഞ്ഞത് 2 ഉദയ സമയങ്ങളുടെയും 2 അസ്തമയ സമയങ്ങളുടെയും അധിപൻ എന്ന് പറയുന്ന വാക്കിന് ഉദിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം, ഒരർത്ഥം. മറ്റൊന്ന് ഉദിക്കുന്ന സമയം. സമയത്തിനും സ്ഥലത്തിനും അറബിയിൽ ഒരേ രൂപത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഉദിക്കുന്ന സമയം. മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന, അസ്തമിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയം. മഫ്അൽ എന്നൊക്കെ രൂപത്തിൽ അറബിയിൽ ഒരു വാക്ക് വന്നാൽ അതൊന്നുകിൽ സ്ഥലമായിരിക്കും അല്ലെങ്കിൽ സമയമായിരിക്കും. സ്ഥലത്തിനും സമയത്തിനും രണ്ടും ഒരേ രൂപത്തിലാണ്. പുതിയ കാലത്താണ് സ്ഥലവും സമയവും ഒന്നാണ്, സ്ഥലം ഒന്ന് വേറെ സമയം ഒന്ന് വേറെ ഇല്ല എന്ന കണ്ടെത്തലിലേക്കൊക്കെ മനുഷ്യനെത്തിയത് പുതിയ കാലത്താണ്. അത് മറ്റൊരു വിഷയം. രണ്ടിനും, സമയത്തിനും സ്ഥലത്തിനും ഒരേ വാക്കാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്നത്.
ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞ, ഈ ആയത്തിൽ പറഞ്ഞ 2 ഉദയസ്ഥാനങ്ങൾ, 2 അസ്തമയ സ്ഥാനങ്ങൾ എന്താണ്? 2 ഉദയ സമയങ്ങൾ, 2 അസ്തമയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരായത്താണ്. കാരണം ഇവിടെ 2 ഉദയ സമയങ്ങൾ, 2 അസ്തമയ സമയങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ സൂറത്ത് ശുഅറായിൽ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, ഒരു ഉദയസ്ഥാനത്തിൻ്റെയും ഒരു അസ്തമയ സ്ഥാനത്തിൻ്റെയും റബ്ബ് എന്ന് അവിടെ പറയുന്നുണ്ട്. മറ്റൊരിടത്ത് ഫല ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബ്, പല ഉദയ സ്ഥാനങ്ങളുടെയും പല അസ്തമയ സ്ഥാനങ്ങളുടെയും അധിപൻ എന്ന് പറയുന്നുണ്ട്. 3 നിലയിൽ ഖുർആൻ ഈ ഉദയത്തെ, അസ്തമയത്തെ, അതിൻ്റെ നേരങ്ങളെയും സമയങ്ങളെയും പറയുന്നുണ്ട്. ഏകവചനമായും ദ്വിവചനമായും ബഹുവചനമായും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഈ ദ്വിവചന സ്വഭാവം എന്നത്. പൊതുവെ മറ്റുള്ള ഭാഷയിൽ ദ്വിവചനത്തിനായിട്ടൊരു പ്രയോഗം പറയാറില്ലല്ലോ. ഇംഗ്ലീഷിൽ ഒരു പെൻ, കുറേ പെൻ എന്ന് പറയുമ്പോൾ പെൻസ് എന്ന് പറയുക ചെയ്യുക. അല്ലാതെ 2 പറയാൻ വേണ്ടിയിട്ട് 2 എന്ന് പറഞ്ഞ് പറയാമെന്നല്ലാതെ അതിനായിട്ടൊരു പ്രയോഗമില്ല. മലയാളത്തിലുമില്ല. മലയാളത്തിൽ എന്താ പറയുക, ഒരു പേന, പേനകൾ, 2 പേന എന്ന് പറയണമെങ്കിൽ 2 എന്ന് കൂട്ടിയിട്ട് തന്നെ പറയണം. എന്നാൽ അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനെ 3 രൂപത്തിലാണ്. ഏകവചനം, ബഹുവചനം അങ്ങനെ 2 ഐറ്റംസ് അല്ല. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. നമ്മളത് ഈ സൂറത്തിൻ്റെ ആ ഒരു ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ സൂറത്ത് സുനായിയാണ്. അതായത് എല്ലാം ആ തസ്നിയ, ദ്വിവചനത്തെ സൂചിപ്പിക്കുന്ന ആൻ, അലിഫും നൂനും കൊണ്ടാണ് ഈ സൂറത്തിലെ മിക്കവാറും ആയത്തുകളും അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്ത് ഈ 2 ചേർത്ത് പറയുന്ന അധ്യായമായതുകൊണ്ട് ഈ സൂറത്തിൽ 2 കിഴക്കുകളുടെയും 2 പടിഞ്ഞാറുകളുടെയും അല്ലെങ്കിൽ 2 ഉദയ അസ്തമയ സ്ഥാനങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് വെറുതെ പറഞ്ഞതല്ല. 1 എന്ന് പറഞ്ഞതും 2 എന്ന് പറഞ്ഞതും പലത് എന്ന് പറഞ്ഞതും ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ദിക്കുകൾ, ദിശകൾ മനുഷ്യൻ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഭൂമിയുടെ നമ്മൾ വടക്കോട്ട്, തെക്കോട്ട് 4 ദിശകൾ നമ്മൾ പറയാറുണ്ട്. കിഴക്കും അതുപോലെ പടിഞ്ഞാറും, വടക്കും തെക്കും, ഇങ്ങനെ നമ്മൾ 4 ദിശകൾ പറയാണ്. എങ്ങനെയാണ് ഈ ദിശകൾ മനുഷ്യൻ നിർണ്ണയിക്കാൻ തുടങ്ങിയത്, ഭാഗങ്ങൾ നിർണ്ണയിക്കാൻ തുടങ്ങിയത്? മനുഷ്യൻ എപ്പോഴും സൂര്യൻ ഒരു ഭാഗത്ത് നിന്ന് ഉദിച്ചു വരുന്നത് കാണുന്നു. ആദിമ മനുഷ്യൻ എല്ലാ ദിവസവും ഒരു ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നു, ഒരേ ഭാഗത്ത് പോയിട്ട് അസ്തമിക്കുന്നത് കാണുന്നു. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ചലനത്തെയോ കറക്കത്തെയോ പറ്റിയൊന്നും യാതൊരു അറിവുമില്ലാത്ത കാലത്ത് മനുഷ്യൻ എല്ലാ ദിവസവും ഒരു ഇടത്ത് നിന്ന് തന്നെ സൂര്യൻ, ഒരു ഭാഗത്ത് നിന്ന് തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നതായും ഒരു ഭാഗത്ത് തന്നെ അസ്തമിക്കുന്നതായും കാണുന്നു. അപ്പോൾ ഉദിച്ചു വരുന്ന സ്ഥാനത്തെ ഉദിക്കുന്ന സ്ഥാനം എന്ന് വിളിച്ചു. അതിനാണ് മശ്രിഖ്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സ്ഥാനം എന്ന് തന്നെയാണ്. നമ്മൾ അത് മലയാളത്തിൽ കിഴക്ക് എന്നൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. ഉദിക്കുന്ന സ്ഥാനം. അസ്തമിക്കുന്നത് വേറൊരു ഭാഗത്ത് കണ്ടു, അതിനെ മഗ്രിബ് എന്ന് വിളിച്ചു. ഇതാണ് അടിസ്ഥാന ദിശ, കിഴക്കും അതുപോലെ തന്നെ പടിഞ്ഞാറ്. പിന്നീട് ഈ കോമ്പസ് വെച്ച് മാഗ്നറ്റിക് നോർത്തൊക്കെ വന്നത് പിന്നീട് നമ്മൾ കാന്തത്തെക്കുറിച്ചൊക്കെ പഠിച്ച ഒരു സമയത്താണ്. എന്നാൽ ആദ്യമായി മനുഷ്യൻ ദിശ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് സൂര്യൻ്റെ ഉദയത്തെ നോക്കിയിട്ടാണ്, അതിൻ്റെ അസ്തമാനത്തെയും നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കിഴക്കും ഇങ്ങോട്ട് പടിഞ്ഞാറായി, പടിഞ്ഞാറിൻ്റെ വലതു ഭാഗത്ത് വടക്കും ഇടതു ഭാഗത്ത് തെക്കുമായിട്ട് അങ്ങനെ നിശ്ചയിച്ചു. ഇതാണ് മനുഷ്യൻ ആദ്യമായി ദിശ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ദിശ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലം എവിടെയാണ്? ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലവും നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള അന്തരം പോലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മളൊരു നാട്ടിലേക്ക് പോകാറുള്ളത് ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്ന കാലമാണ്. നമ്മൾ ഈ ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്ന സമയത്ത് ഈ ലൊക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ നമുക്കൊരു ലൊക്കേഷൻ വെച്ചിട്ട് ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറ്റുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്കുകളെ നിർണയിച്ചു തന്നതും അതിനുവേണ്ടി ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും ഒക്കെ കറക്കത്തെ ഒക്കെ സംവിധാനിച്ചതിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ആയത്താണ് റബ്ബുൽ മശ്രിഖൈൻ എന്ന് പറയുന്നത്. 2 കിഴക്ക് 2 പടിഞ്ഞാറ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ ദിവസവും കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നതായി പിന്നെ നമ്മൾ പറഞ്ഞു.
സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു. അങ്ങനെയല്ല ശരിക്ക്. സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തെ നമ്മൾ കിഴക്കെന്ന് പറഞ്ഞു എന്നതാണ് ശരി. എന്നാൽ പിന്നീട് മനുഷ്യൻ സൂര്യനെ എപ്പോഴും നിരീക്ഷിച്ചപ്പോൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് നല്ല ഉദിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ മനുഷ്യൻ കൂടുതൽ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് നല്ല സൂര്യൻ ഉദിക്കുന്നത്. മാറ്റം ഉണ്ടാവുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് നിന്നാണ്, പക്ഷെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരേ പോയിന്റിൽ നിന്നല്ല സൂര്യൻ എല്ലാ ദിവസവും വരുന്നത്. ഇത് മഅമൂറിലുള്ള മനുഷ്യനാണ് ചിന്തിക്കുന്നത്. ലോകത്ത് മഅമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആദിമ മനുഷ്യൻ മുതൽ മനുഷ്യവാസം ഉണ്ടായ സ്ഥലം. ധ്രുവപ്രദേശങ്ങളിലേക്കൊക്കെ പിന്നെയാണ് മനുഷ്യന്മാർ താമസിക്കാൻ തുടങ്ങിയത്. മനുഷ്യൻ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള നിരീക്ഷണമാണ് മനുഷ്യന്റെ വികാസത്തിന്റെയും പുരോഗതിയുടെയും ആദ്യഘട്ടങ്ങൾ. അപ്പൊ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരേ സ്ഥലത്ത് നല്ല ഉദിക്കുന്നത്. മാറ്റം കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ഇടത്തോട്ടേക്ക് മാറുന്നുണ്ട്, ചിലപ്പോൾ കുറച്ച് വലത്തോട്ടേക്ക് മാറുന്നുണ്ട്. അത്രമാത്രമാണ് മനുഷ്യൻ ആദ്യം മനസ്സിലായത്, ഉദിക്കുക അസ്തമിക്കുക എന്നൊക്കെ. പിന്നെയും മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ അന്വേഷിച്ചപ്പോഴാണ് സൂര്യൻ കറങ്ങുന്നതല്ല, അതുകൊണ്ടല്ല ഈ ഭൂമിയിൽ അങ്ങനെ ഉദയവും അസ്തമയവും ഒന്നും ഉണ്ടാവുന്നത്, മറിച്ച് ഭൂമിയാണ് കറങ്ങുന്നത് എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യനെത്തി. ഭൂമിയാണ് കറങ്ങുന്നത്. ഭൂമി കറങ്ങുമ്പോൾ ഭൂമി കിഴക്കോട്ടേക്ക് കറങ്ങുന്നത് കൊണ്ട് പിന്നെ ആ ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നതായി നമുക്ക് തോന്നുന്നതാണ് എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും മനുഷ്യൻ ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു നോക്കുമ്പോഴാണ് ഭൂമി കറങ്ങുന്ന ദിശയിൽ ഭൂമിയുടെ കറക്കത്തിൽ ഒരു ചെറിയ ചെരിവുണ്ട് എന്ന് മനസ്സിലായത്. ചെറിയൊരു ചെരിഞ്ഞ് കൊണ്ടാണ്, അതായത് നേരെ സൂര്യനെ എന്ത് ചെയ്യല്ല, ചുറ്റുന്ന സമയത്ത് സൂര്യൻ അഭിമുഖമായി നേരെ കറങ്ങുകയല്ല, ചെറിയൊരു ചെരിവ് 23.5 ഡിഗ്രി ചെരിവിലാണ് ഭൂമി കറങ്ങുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അപ്പൊ എന്തിനാണ് ഈ ചെരിവ്? ഈ ചെരിവ് കാരണം എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ചെരിവുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവൻ തന്നെ നിലനിൽക്കുന്നത് എന്നും, ഈ ചെരിവുള്ളത് കൊണ്ടാണ് ഇവിടെ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് എന്നും, ഈ ചെരിവ് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നും പിന്നെ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഈ ചെരിവാണ് സൂര്യൻ ഇങ്ങനെ എല്ലാ ദിവസവും ഒരേ ഭാഗത്ത് നിന്ന് തന്നെ ഉദിക്കാത്തത് എന്നും, ഓരോ ദിവസവും ഉദിക്കുന്നത് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്നാണ് എന്നും. കിഴക്ക് ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉദിക്കുന്നതെങ്കിലും ഓരോ ദിവസവും കിഴക്ക് ഭാഗത്തെ ഓരോ സ്ഥലത്ത് നിന്നാണ് എന്നും, 365 ദിവസവും സൂര്യൻ ഉദിക്കുന്നത് 365 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് എന്നും, ഒരു ദിവസം ഉദിച്ച സ്ഥലത്ത് നിന്ന് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അപ്പം ഖുർആനിലേക്ക് നോക്കുമ്പോഴാണ് റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ് എന്ന് കാണുന്നത്. ഒരു ഉദയസ്ഥാനവും ഒരസ്തമയസ്ഥാനവും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പല ഉദയസ്ഥാനങ്ങൾ, പല അസ്തമയസ്ഥാനങ്ങൾ, 300-ലധികം ഉദയസ്ഥാനങ്ങൾ, അസ്തമയസ്ഥാനങ്ങൾ എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോൾ ഇതിനെ ചുരുക്കിയിട്ട് രണ്ടാക്കാം എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. എന്തുകൊണ്ട്? നമുക്കറിയാം, നമ്മളെ ഭൂമി, നമ്മൾ ഗ്ലോബൊക്കെ നോക്കുമ്പോൾ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ഭൂമിയിൽ മനുഷ്യൻ രേഖകൾ വരച്ചിട്ടുണ്ട്. നമ്മൾ അക്ഷാംശ രേഖ, രേഖാംശ രേഖ എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ പഠിക്കാറുണ്ട്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ഭൂമിയെ ഒരു വത്തക്കയായിട്ട് സങ്കല്പിച്ചാൽ ആ വത്തക്കയെ നെടുകെ നമ്മളങ്ങ് പിളർന്നാൽ ആ പിളരുന്ന രേഖക്കാണ് ഭൂമധ്യരേഖ എന്ന് പറയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഭൂമിയെ നെടുകെ പിളരുക. ഭൂമി ഒരു ബത്തക്ക പോലെയാണെങ്കിൽ ആ ബത്തക്കയെ നെടുകെ പിളർന്നാൽ ഉണ്ടാകുന്ന രേഖയെ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു. പിന്നെ ആ ഭൂമധ്യരേഖയിൽ നിന്ന് പിന്നെയും ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഭൂമിയെ മുറിക്കുകയാണെങ്കിൽ ആ രേഖകൾ മുഴുവൻ ഈ വ്യത്യസ്ത ലാറ്റിറ്റ്യൂഡുകളായി. അത് അങ്ങോട്ടേക്ക് എത്ര വേണമെങ്കിലും വരക്കാം. കാരണം നമുക്ക് ബത്തക്കയെ എത്ര കഷ്ണമാക്കാം, അതേപോലെ ഭൂമി എത്ര കഷ്ണമാക്കാം. ഈ കഷ്ണാക്കുന്ന നടുക്കൊരു കഷ്ണാക്കി പിന്നെ ഇങ്ങനെ അതിന് അഭിമുഖമായി ഇങ്ങനെ കഷ്ണാക്കി പോകുന്ന രേഖകൾക്കാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഭൂമിയെ മധ്യത്തിൽ ഒരു കഷ്ണാക്കിയിട്ട് ഏകദേശം 11 ഡിഗ്രി വടക്ക് ഭാഗത്താണ്, നോർത്ത് ഭാഗത്താണ് 11.6 നമ്മുടെ ഇരിക്കൂറൊക്കെ സ്ഥിതി ചെയ്യുന്നത്.
ഭൂമിയെ നടുക്ക് കീറുന്ന കഷ്ണാക്കുന്ന ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് 11 ഡിഗ്രി തെറ്റിയിട്ടാണ് നമ്മളെ നാടുള്ളത്. അപ്പൊ ആ രേഖ അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഭൂമിയെ നീളത്തിലും കീറി. ബത്തക്കനെ നമ്മൾ ഇങ്ങനെ മുറിക്കാറുണ്ട്, നടുക്ക് മുറിച്ചു, ഇങ്ങനെ മുറിച്ചു. അങ്ങനെ മുറിക്കുന്ന രേഖയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിച്ചത്. അതും ഇങ്ങനെ കുറേ കഷ്ണങ്ങളാക്കി. അപ്പം പിന്നെ ഇങ്ങനെ കഷ്ണാക്കിയാൽ ഏത് സ്ഥലത്തുള്ള ആളെയും നോക്കാൻ എളുപ്പമായി. നടുക്കുള്ള രേഖയിൽ നിന്ന് എത്ര ഡിഗ്രി വടക്കോട്ട് എത്ര ഡിഗ്രി തെക്കോട്ട് തെറ്റിയിട്ടാണ് എന്ന് ചോദിച്ചാൽ മതി. ഈ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ. ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ എത്ര ഡിഗ്രി ഈസ്റ്റ് ആണ് എത്ര ഡിഗ്രി വെസ്റ്റ് ആണ് നോക്കിയാൽ മതി. അതിനും ഈ നടുക്ക്, അതായത് അതൊരു സ്ഥലം നിശ്ചയിക്കുകയാണ് ചെയ്തത്. നടു എന്ന് പറയാൻ പറ്റൂല. ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അതിലൂടെ കടന്നു പോകുന്ന രേഖ, അത് ഈ ലോഞ്ചിറ്റ്യൂഡിന്റെ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രേഖയായി നിശ്ചയിച്ചു. അവിടെ നിന്ന് എത്ര ഡിഗ്രി ഈസ്റ്റ്, നമ്മൾ 75.6 നമ്മളെ നാട് നിലകൊള്ളുന്നത് പ്രൈം മെറിഡിയനിൽ നിന്ന് 75 ഡിഗ്രി കിഴക്കോട്ടേക്ക് തെറ്റിയിട്ടും മധ്യത്തിൽ നിന്ന് 11.6 ഡിഗ്രി നോർത്തിലേക്ക് തെറ്റിയിട്ടുമാണ് നമ്മളെ ഇരിക്കൂറുള്ളത്. അപ്പം ഭൂമിയിൽ ഏടിയ ഞാനുള്ളത് കൃത്യമായി. ഇങ്ങനെ വരക്കാൻ പറ്റിയത് റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, പടച്ച റബ്ബ് ഉദയത്തെയും അസ്തമയത്തെയും സംവിധാനിച്ച രീതി കൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ മാർച്ച് മാസത്തിലുള്ളത്. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഏകദേശം സൂര്യൻ ഈ ഭൂമധ്യ രേഖ അല്ലെങ്കിൽ പിന്നെ പകലും രാത്രിയൊക്കെ ഏകദേശം ഒരേപോലെ ഉണ്ടാവുന്ന ടൈമാണ്. എന്നാലും നമുക്കിപ്പം പകല് കുറച്ച് കൂടുതലാണ്. ഇനി പകല് കൂടി 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 അങ്ങനെ വരും. പിന്നെ അങ്ങ് നോർത്ത് ഭാഗത്തേക്ക് കൂടുതൽ സൂര്യൻ പോവുകയാണ്. കാരണം സൂര്യൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങ് പോകും, നോർത്ത് ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് പോകും 6 മാസം, സൗത്ത് ഭാഗത്തേക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരും 6 മാസം. 12 മാസം ഒരു കൊല്ലത്തിലെ പകുതി ഭാഗം നോർത്ത് ഭാഗത്തും പകുതി ഭാഗം സൗത്ത് ഭാഗത്തുമാണ് സൂര്യൻ എന്ന് പറയാം. അതാണ് സൗത്ത് ഭാഗത്തെ പിന്നെ സൂര്യോദയം, സൗത്ത് ഭാഗത്തെ സൂര്യാസ്തമയം. നോർത്ത് ഭാഗത്തെ സൂര്യോദയം, നോർത്ത് ഭാഗത്തെ സൂര്യാസ്തമയം. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, 2 കിഴക്ക് 2 പടിഞ്ഞാറ്. നോർത്ത് ഭാഗത്ത് സൂര്യൻ ഉണ്ടാകുമ്പോ നോർത്ത് ഭാഗത്തുള്ള ആളുകൾക്കാണ് കുറച്ച് ചൂട് കൂടുതൽ ഉണ്ടാവുക. സൗത്ത് ഭാഗത്ത് സൂര്യൻ ഉണ്ടാകുമ്പോൾ സൗത്ത് ഭാഗത്തുള്ള ആളുകൾക്കാണ് പിന്നെ ചൂട് കുറച്ച് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ലോകത്തിൽ 2 കാലം, അടിസ്ഥാനപരമായി 2 കാലാവസ്ഥയായി. ചൂട് കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥ, ഉഷ്ണകാലം, ശൈത്യകാലം. പിന്നെ അതിലെ ഏറ്റക്കുറവുകളും കാറ്റും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അടിസ്ഥാനപരമായി 2 കാലാണ് ലോകത്തുള്ള കാലാവസ്ഥ. ഒന്ന് ചൂട്, മറ്റൊന്ന് തണുപ്പ്. അതുണ്ടാവുന്നതാണെങ്കിലോ ഈ മശ്രിഖൈൻ മഗ്രിബൈൻ എന്ന് പറയുന്ന പ്രതിഭാസം കൊണ്ടാണ്. നോർത്ത് ഭാഗത്ത് സൂര്യൻ ഉണ്ടാകുമ്പോൾ അവിടെ ചൂട്, ഇപ്പുറത്ത് തണുപ്പ്. ഇപ്പുറത്തെ ഭാഗത്ത് സൂര്യൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ചൂട്, അപ്പുറത്ത് തണുപ്പ്. അടിസ്ഥാനപരമായ കാലാവസ്ഥയായി. ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ ഇരിക്കൂറൊക്കെ ഭൂമധ്യരേഖ ഒരു 11 ഡിഗ്രി മാത്രമാണ് തെറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് പകലും രാത്രിയൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. 1 മണിക്കൂറാണ് മാക്സിമം നമ്മളെ നാട്ടിൽ പകല് കൂടുതൽ രാത്രി കൂടുതലായിട്ട് വരിക. ചിലപ്പം പകല് 1 മണിക്കൂർ വരെ, ജൂണൊക്കെ ആകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്ക് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ, അതായത് 13 മണിക്കൂറിൽ ഏകദേശം പകലുണ്ടാകും. അതാണ് മാക്സിമം. 13 മണിക്കൂറും 10 മിനിറ്റ് എങ്ങാനുമാണ് പരമാവധി നമ്മളെ നാട്ടിൽ പകല് ഉണ്ടാവുക. ശരിക്ക് പകലും രാത്രിയും ഒരേപോലെയാണെങ്കിൽ 12 മണിക്കൂറാണല്ലോ. അങ്ങനെയല്ല പടച്ച റബ്ബ് പടച്ചു വെച്ചാൽ. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, 2 കിഴക്കുകളും 2 പടിഞ്ഞാറുകളും, പല കിഴക്കുകളും പല പടിഞ്ഞാറുകളുമാക്കി. ഇനി അത് മാത്രമല്ല, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ സംവിധാന ക്രമങ്ങൾ മുഴുവൻ, നമ്മൾ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്നത്, നമ്മൾ ഒരു സ്ഥലത്തെ കാലാവസ്ഥ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ ഇന്ന് കൂടുതൽ പഠിച്ച് വലിയ ഗവേഷണങ്ങൾ ആ മേഖലയിൽ മനുഷ്യൻ നടത്തിയ ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോഴാണ് പടച്ചറബ് സംവിധാനിച്ച ആ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ നോർത്ത് ഭാഗത്തേക്കൊക്കെ ഈ പിന്നെ ധ്രുവ പ്രദേശങ്ങളിലേക്ക്, പോളാർ ഏരിയകൾ പ്രദേശങ്ങളിലേക്ക്, പിന്നെ ആർട്ടിക്, അന്റാർട്ടിക്ക, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നോർത്ത് ഭാഗത്ത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ആർട്ടിക്കാണ്. അവിടെ
ആർട്ടിക്, പിന്നെ നോർവേ, അലാസ്ക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന്മാര് താമസിക്കാറുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ്? അവിടെ ഇങ്ങനെ ദിവസം സൂര്യൻ എങ്ങനെയാ ഉദിക്കുക? കിഴക്കുന്ന് ഉദിക്കും, പക്ഷെ ഉദിച്ചിട്ട് മേലിലൂട്ട വരൂല, സൈഡിലൂട്ട് ഇങ്ങനെ പോവുക ചെയ്യുക. സൈഡിലൂട്ട് സൂര്യൻ പോവുക ചെയ്യുക. കിഴക്ക് ഭാഗത്ത് നിന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു, പിന്നെ അങ്ങനെ സൂര്യൻ കറങ്ങുന്ന കാണാം. സൂര്യൻ ഉച്ചയാകുമ്പോൾ സമയത്ത് ഇവിടേക്ക് എത്തി, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്തി, അസ്തമിക്കൂല, 6 മാസം അസ്തമിക്കൂല. പിന്നെ രാത്രിയാകുമ്പോൾ ഈ ഭാഗത്തേക്ക് സൂര്യൻ. അപ്പൊ അവിടുത്തെ പകല് രാത്രിന്ന്, അല്ലെങ്കിൽ അവര് സമയം നിശ്ചയിക്കുന്ന നിസ്കാരത്തിനൊക്കെ സമയം കണക്കാക്കുക എങ്ങനെയാണ്? അവിടുന്ന് കിഴക്കുന്ന സൂര്യൻ ഇവിടെ എത്തുമ്പോൾ ഉച്ച, ഇവിടുന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഭാഗത്തെത്തുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുമ്പോൾ മഗ്‌രിബായി. അങ്ങനെയാ കണക്കാക്കുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്കാ കറങ്ങാം. അർദ്ധരാത്രിയിലെ സൂര്യൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അർദ്ധരാത്രിയിലും അവിടെ സൂര്യൻ തന്നെയാണ്. 6 മാസം സൂര്യൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ 6 മാസോ പിന്നെ സൂര്യൻ വരേ ചെയ്യൂല. കാരണം സൗത്ത് പോളിലേക്ക് സൂര്യൻ പോയി. അന്റാർട്ടിക്കയുടെ ഭാഗത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുക. പിന്നെ അവിടെയാണ് ഇങ്ങനെ സൂര്യൻ കറങ്ങുക. രാവിലെ കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നു, ഇങ്ങനെ മേലോട്ട് സൂര്യൻ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ കഠിനമായ തണുപ്പായി. കാരണം എന്താ? നമ്മളൊരു ടോർച്ച് നേരെ ഒരു സാധനത്തിൽ അടിക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും, അവിടെ നല്ല ചൂടും ഉണ്ടാവും. ഒന്ന് വളച്ചടിച്ചാലോ വെളിച്ചം സ്കാറ്റർ ചെയ്തു പോകും, വെളിച്ചം നല്ലോണം ഉണ്ടാവില്ല, ചൂട് നല്ലോണം ഉണ്ടാവില്ല. അപ്പൊ സൂര്യൻ സൈഡിൽ നിന്നാണ് അടിക്കുന്നത്. സൈഡിൽ നിന്ന് സൂര്യന്റെ രശ്മികൾ വരുന്നത് കൊണ്ട് അതിന് തീക്ഷ്ണത ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും തണുപ്പാണ്, കഠിനമായ തണുപ്പാണ്. ആർട്ടിക്കിൽ ഭയങ്കര തണുപ്പാണ്, അതിന്റെ ഇരട്ടി തണുപ്പാണ് അന്റാർട്ടിക്കയിലുള്ളത്. സമുദ്രത്തിൽ ഇങ്ങനെ ഐസ് കട്ടകൾ ഒഴുകുക. ഇവിടെ അന്റാർട്ടിക്കയിലാണെങ്കിൽ 4 കിലോമീറ്ററോളം ആഴത്തിൽ കനമുള്ള ഐസ് കട്ടയുടെ കടല്. വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഭൂമി അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. സംവിധാനത്തെ കുറിച്ച് മാത്രമല്ല, അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. എന്തിന് റബ്ബുൽ മശ്രിഖൈൻ, 2 കിഴക്കിന്റെ റബ്ബെന്ന് പടച്ച റബ്ബ് പറഞ്ഞു. 2 കിഴക്കിനെ പരിപാലിക്കുന്നവൻ. അത് ഈക്വിനെക്സ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പിന്നെ രണ്ടും ഒരേ വിഷു എന്ന് പറയാറുണ്ട്. നമ്മളെ സഹോദര മതക്കാരൊക്കെ വിഷു എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാറുണ്ട്. അതെപ്പോഴാണ്? പകലും രാത്രിയും ഒരേപോലെ ആവുന്ന സമയമാണ്. സാധാരണ രീതിയിൽ ഈ മാർച്ച് മാസം 21-ന്, അതുപോലെ സെപ്റ്റംബറിൽ 2 പ്രാവശ്യം ഒരേപോലെയാകും, പകലും രാത്രിയും ഒരേപോലെയാകും. മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം ഇത് ഒരേപോലെയാകും. എന്നാ നോർത്ത് ഭാഗത്തെ ഉള്ള ആളുകൾക്ക് ജൂൺ 21 ആകുമ്പോഴത്തേക്ക് പകല് കുറേയായി, ഡിസംബർ 21 ആകുമ്പോഴേക്ക് രാത്രി കുറേയായി. റബ്ബുൽ മശ്രിഖൈൻ വറബ്ബുൽ മഗ്രിബൈൻ, 2 കിഴക്കുകളുടെയും 2 പടിഞ്ഞാറുകളുടെയും 2 ഉദയ സ്ഥാനങ്ങളുടെയും 2 ഉദയ സമയങ്ങളുടെയും നാഥൻ. രണ്ടും അതിൽ പെടുകയും ചെയ്തു. കാരണം ഈ ഉദിക്കുന്ന സ്ഥാനം അത് സ്ഥലമാണല്ലോ. സ്ഥലം വ്യത്യാസപ്പെടുന്നു, ഓരോ ദിവസവും സ്ഥലം വ്യത്യാസപ്പെടുന്നു. സ്ഥലം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സമയം വ്യത്യാസപ്പെടുന്നു. കാരണം ഇതിനനുസരിച്ചാണ് മനുഷ്യൻ സമയം തന്നെ കണ്ടെത്തിയത്. എങ്ങനെയാ സമയം? നമ്മൾ സമയം എന്ന് പറയുന്നു, ഇപ്പൊ ഇതാ ഇവിടെ 1:36 എന്ന് നമ്മൾ പറയുന്നു. ഇതെങ്ങനെയാണ് സമയം കണക്കൂട്ടിയത്? റബ്ബുൽ മശ്രിഖൈൻ വറബ്ബുൽ മഗ്രിബൈൻ. പടച്ച റബ്ബ് ഉദയത്തെയും അസ്തമയത്തെയും സംവിധാനിച്ച രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയെ മധ്യേ കീറിയതും ഭൂമിയെ ഇങ്ങനെ ഹൊറിസോണ്ടലായി വെർട്ടിക്കലായിട്ട് കീറിയതും വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സമയം കണക്കാക്കിയത്. അതിനനുസരിച്ച് ഓരോ ടൈം സോൺ, നമ്മളിപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം, നമ്മുടെ കേരളത്തിന്റെ ടൈമല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഇരിക്കൂറുള്ള ടൈമല്ല ഈ 1:35 എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാർ മൊത്തം ഓരോ ഭരണകൂടം ആ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലം അവിടുത്തെ ഈ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും വെച്ച് എത്രയാണോ സമയം കണക്കാക്കിയത് അത് രാജ്യത്തെ മുഴുവൻ സമയമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചതാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ സമയം 1:35 അല്ല. ഓരോ സ്ഥലത്തും സമയം വ്യത്യസ്തമാണ്. പക്ഷെ ഓരോ രാഷ്ട്രവും അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഓരോ സമയം നമ്മൾ പിന്നെ ഈ GMT ഗ്രീനിച്ചിലാണ് അടിസ്ഥാനപരമായ സമയമായി കണക്കാക്കി. അത് ആഗോള തരത്തിൽ അംഗീകരിച്ചു. അത് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട്. ഭൂമിയുടെ കേന്ദ്രം വെച്ചിട്ടാണല്ലോ ഒരു അടിസ്ഥാന സമയം. ഇപ്പം ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തെ സമയമാണ്. അത് ഭരണാധികാരികളുടെ സ്വാധീനം മാത്രമാണ്. അല്ലാതെ ഗ്രീനിച്ച് അടിസ്ഥാന സമയമാവുന്നതിന് യാതൊരു മാനദണ്ഡവും ഇല്ല. മക്ക കേന്ദ്രമായിട്ടാണ് അടിസ്ഥാന സമയം വേണ്ടത് എന്ന വലിയ ചർച്ചകൾ ലോകതലത്തിൽ തന്നെ ഉണ്ട്. അത് മുസ്ലിങ്ങളല്ലാത്തവർ പോലും ആ രൂപത്തിൽ വാദിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മക്കയിൽ ക്ലോക്ക് ടവർ ഒക്കെ ഉണ്ടായത്. അടിസ്ഥാന ടൈം വേണ്ടത് പ്രൈം മെറിഡിയൻ
ആയിട്ട് കണക്കാക്കേണ്ടത്, അത് മക്കയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആഗോള തരത്തിൽ സ്വാധീനമുള്ള ആളുകൾ അവർ ഗ്രീനിച്ചിനെ പ്രൈം മെറിഡിയനാക്കി കണക്കാക്കി. അതിനനുസരിച്ച് അവിടുന്ന് എത്ര +5.5 മണിക്കൂർ, അതാണ് നമ്മളെ നാട്ടിലെ ഗ്രീനിച്ചിലെ ടൈമിനേക്കാൾ ഒരു 5.5 മണിക്കൂർ കൂടിയാൽ നമ്മളെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈമായി. അതാണ് നമ്മൾ പിന്നെ IST എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ട് പറയാറുള്ളത്. അതാണ് ഈ കാണുന്ന ടൈം, ഈ ക്ലോക്കിൽ കാണുന്ന ടൈം. അല്ലാതെ നമ്മളെ സ്ഥലത്തിൽ ഓരോ സ്ഥലത്തിനും ഒരു സമയമുണ്ട്. നമ്മളെ ദർസിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ടൈം നോക്കിയിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സമയം കണക്കൂട്ടണം. ആ സമയം കണക്കൂട്ടണമെങ്കിൽ സൂര്യനിലേക്ക് നമ്മൾ റുബുൽ മുജയ്യബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണം, ടൂളിങ്ങനെ പിടിച്ചു വെക്കണം. അപ്പൊ അതിൽ നിഴല് വീഴുന്നത് നോക്കിയിട്ട് എത്ര ഡിഗ്രി, ഈ മാസം ഏത്, അപ്പൊ എത്ര ചെരിവ് സൂര്യൻ ഉണ്ടാകും, നമ്മളെ ലാറ്റിറ്റ്യൂഡും നമ്മുടെ ലോഞ്ചിറ്റ്യൂഡും ഏത് എന്ന് നോക്കിയിട്ട് നമ്മൾ അവിടുത്തെ സമയം കണ്ടെത്തുന്ന രീതി. ഇന്ന് അതൊക്കെ എളുപ്പത്തിൽ, അതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പല രീതികളുമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് സമയം കണക്കൂട്ടാൻ, നിസ്കാരത്തിന്റെ സമയം മാത്രമല്ലല്ലോ, ഈ സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ ലോകം തന്നെ ചലിക്കുന്നത്, ഭരണം ചലിക്കുന്നത്. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ, എത്ര മണി, ഈ മണി എങ്ങനെയാണ് കണക്കൂട്ടപ്പെട്ടത്, ഈ മണിക്കൂറും ഈ മിനിറ്റൊക്കെ ഏത് രൂപത്തിലാണ് കണക്കൂട്ടപ്പെട്ടത്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിലാണ് നിസ്കാരം കണക്കാക്കപ്പെട്ടത്. നിസ്കാരത്തിന് വേണ്ടി മനുഷ്യൻ സമയം കണക്ക് കൂട്ടാനും നിസ്കാരത്തിന്റെ ദിശ കാണാൻ വേണ്ടിയിട്ട് കാബയിലേക്ക് എങ്ങനെ തിരിയാമെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള പഠനം തന്നെ ലോകതലത്തിൽ വികാസം കൊണ്ടത്. അത് പിന്നീട് എല്ലാ സമൂഹവും ഏറ്റെടുത്തിട്ടുണ്ട് എന്നതൊരു സത്യമാണെങ്കിലും ഇസ്ലാമിക ലോകത്ത് വലിയ സയന്റിസ്റ്റുകൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? നിസ്കാരം മൗഖൂത്താണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന്റെ സമയം ഇസ്ലാം ആഗോളവൽക്കരിക്കപ്പെട്ടപ്പോൾ, ഇസ്ലാം ലോകത്ത് എല്ലായിടത്തും എത്തിയപ്പോൾ എല്ലായിടത്തുമുള്ള ആളുകൾക്ക് നിസ്കാരത്തിന്റെ സമയം കണക്കൂട്ടണം, നിസ്കാരത്തിന്റെ ദിശ നിർണ്ണയിക്കണം. അപ്പൊ ഇതിന് സമയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ വേണം. സമയം എങ്ങനെ കണക്കൂട്ടാം? പഴയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ 1 മണി 2 മണി? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. പിന്നീട് മനുഷ്യൻ കണക്കൂട്ടുകയാണ്. അന്ന് പിന്നെ ഇതാ, നിങ്ങൾ സൂര്യൻ മധ്യത്തിൽ നിന്ന് പിന്നിട്ടാൽ സവാൽ എന്നാണ് പറയുക. സവാലായി കഴിഞ്ഞാൽ ളുഹർ നിസ്കരിച്ചോളൂ. പിന്നെ ഒരു എന്താ പറയാ, വൈകുന്നേരമാവോ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ പുറപ്പെടുവിക്കുന്ന നിഴൽ ഒരു വസ്തുവിന് സമാനമായ വലിപ്പത്തിൽ നിന്നും കൂടുതലായി കഴിഞ്ഞാൽ അസറായി. സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബായി. സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടാൽ ഇശ ആയി. പിന്നെ അത് ഇശ ആകുന്നത് എങ്ങനെ, മഗ്രിബ് ആകുന്നത് എങ്ങനെ, ളുഹർ ആകുന്നത് എങ്ങനെ? പിന്നെയാണ് ഗവേഷണങ്ങൾ നടക്കുന്നത്. പിന്നെ ഇസ്ലാം ഈ പറഞ്ഞതുപോലെ ലോക തലത്തിൽ വ്യാപിച്ചപ്പോ കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. അപ്പൊ കാബയുടെ മീതെ സൂര്യൻ വരുമ്പോ, കാബയുടെ മീതെ സൂര്യൻ വരുന്ന രണ്ട് പ്രാവശ്യം വരുമല്ലോ വർഷത്തിൽ, 2 പ്രാവശ്യം കാബന്റെ മീതെയും ഇതേപോലെ സൂര്യൻ ഉണ്ടാകും. ആ സമയം വെച്ച് നോക്കിയിട്ട് ഓരോ നാട്ടിൽ നിന്നും നിഴല് നോക്കിയാൽ മതി. അപ്പൊ നിഴൽ ഏത് ഭാഗത്താണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും സ്വാഭാവികമായും കാബ ഉണ്ടാവുക. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ മതി. അങ്ങനെയൊക്കെ കണ്ടെത്തിയ ഒരു കാലത്ത് നിന്ന് മനുഷ്യൻ വികസിച്ച് വന്നത് പടച്ച റബ്ബ് ഇതിനെ സംവിധാനിച്ച ഈ സിസ്റ്റം കാരണമാണ്. ഒരു ഫ്ലാറ്റായ ഒരു എർത്ത് വേറൊരു സംഭവത്തിൽ ഒരു വെളിച്ചം അവിടെ വെക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുക? ഇന്ന് ഒരുപാട് സാറ്റലൈറ്റുകൾ ഉപരിഭാഗത്തേക്ക് പറഞ്ഞയച്ചു. ഭൂമിയെ ചുറ്റിയിട്ട് നിരവധി ഉപഗ്രഹങ്ങളുണ്ട്. ഈ ഉപഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ ഞാൻ നിൽക്കുന്ന നമ്മളിപ്പോ കാണുകയാണല്ലോ, ഇറാന് മിസൈൽ വിടുകയാണ്. ഇന്ന സ്ഥലത്ത് പോയിട്ട് പതിയാണ്. അത് ഇങ്ങനെ സിവിലിയൻസ് താമസിക്കുന്ന ഇടങ്ങളിലൊന്നും ചെന്ന് വീഴരുത്, ഇന്ന താവളത്തിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന ബിൽഡിങ്ങിൽ അതിനെ അയക്കാൻ പറ്റണം. അയക്കണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ ലാറ്റിറ്റ്യൂഡും അവിടുത്തെ ലോഞ്ചിറ്റ്യൂഡും വെച്ച് അതിനനുസരിച്ച് ഇവിടുന്ന് സെറ്റാക്കി ഇവിടുന്ന് വിടണം. അപ്പൊ അത് കൃത്യമായിട്ട് ആ ലൊക്കേഷനിൽ പോയിട്ട് പതിക്കുകയാണ്. ഈ ലൊക്കേഷൻ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞത് റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദയത്തെയും അസ്തമയത്തെയും സംവിധാനിച്ച ഈ രീതി കൊണ്ടാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു. ഇത് ഒരായത്ത് ഇത് മാത്രം പറഞ്ഞിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പഴയ കാലത്ത് ഖുർആൻ വിമർശിക്കപ്പെട്ട വാക്കുകളിൽ പെട്ട ഒന്ന് കൂടിയാണിത്. ഇതെന്താണ് 2 കിഴക്ക് 2 പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട്. 2 കിഴക്കുണ്ടോ 2 പടിഞ്ഞാറുണ്ടോ
എന്ന് പറഞ്ഞ് ഖുർആനെ കൊഞ്ഞനം കുത്തിയ കാലം ഉണ്ടായിരുന്നു. നമ്മളെ തഫ്സീറുകളിലൊക്കെ അതിന് റബ്ബുൽ മശ്രിഖൈൻ, അത് 2 സീസൺ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിന് മറുപടി പറയാൻ ശ്രമം നടത്തുന്നത് കാണാൻ പറ്റും. 2 കാലം, 2 കിഴക്ക് 2 പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അത് ഉഷ്ണകാലം ശൈത്യകാലം എന്നേ അർത്ഥമുള്ളൂ എന്ന് തഫ്സീറുകളിൽ പറഞ്ഞ് മറുപടി പറയുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ട്? ഖുർആനെ വിമർശിക്കുകയാണ്. അതെന്താ 2 ഉദയം, അതെന്താ 2 അസ്തമയം? എന്നാൽ മനുഷ്യൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ 2 ഉദയമുണ്ട്, 2 അസ്തമയമുണ്ട്. 2 ഭാഗത്തായി നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലുമായിട്ട് തന്നെയാണ് സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും സംഭവിക്കുന്നത്. പിന്നെ അപ്പൊ എന്തിനാ പിന്നെ റബ്ബുൽ മശാരിഖ് എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞത് എന്ന ചോദ്യം വന്നു. അതിനും മറുപടി വന്നു. ഉണ്ട്, 2 സ്ഥലത്ത് 2 ഭാഗങ്ങളാണെങ്കിലും ആ 2 ഭാഗങ്ങളിലും ഒരേപോലെയല്ല. 2 ഭാഗങ്ങളിൽ നിന്ന് വെറുതെ അങ്ങ് ഉദിക്കുകയല്ല, ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് മെല്ലെ തുള്ളിച്ചാടുകയല്ല. ഓരോ ദിവസവും ഓരോ ഡിഗ്രി മാറി 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 മാറിയിട്ടാണ് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് നിന്ന് ഉദിച്ചുകൊണ്ടും അസ്തമിച്ചും കൊണ്ടും തന്നെയാണ് വ്യത്യസ്തങ്ങളായ ഉദയസ്ഥാനങ്ങളും വ്യത്യസ്തങ്ങളായ അസ്തമയ സ്ഥാനങ്ങളും രൂപപ്പെടുന്നത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റി. പരിശുദ്ധ ഖുർആന്റെ പ്രസ്താവന ക്ലിയറായി. ഇത് വെച്ചിട്ട് ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, റബ്ബുൽ മശ്രിഖൈൻ വ റബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ സമയം കണക്ക് കൂട്ടുമ്പോൾ, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ വെച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമോ റബ്ബ് സംവിധാനിച്ച ഈ സൃഷ്ടി സംവിധാനത്തെ, അവൻ തീരുമാനിച്ചു വെച്ച ഈ ഉദയത്തെ, ഈ അസ്തമാനത്തെ? അതാണ് നമ്മൾ പറഞ്ഞത്. സൂര്യനെ കുറിച്ച് അല്ലാഹ് വേറെ പറഞ്ഞു അല്ലെ? തുടക്കത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ കഴിഞ്ഞിട്ട് പിന്നെ ആ ശംസു ആണ് പറഞ്ഞത്. സൂര്യൻ പ്രത്യേക ഒരു അനുഗ്രഹമാണ്, അതിനെപ്പറ്റി വേറെ തന്നെ പഠിക്കണം. പിന്നെ വദഅൽ മീസാൻ വേറെ പറഞ്ഞു. ഈ പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ച സന്തുലിതാവസ്ഥ, അവിടെയും സൂര്യനെ പഠിക്കാനുണ്ട്. അത് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സൂര്യന്റെ പങ്കിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനൊക്കെ പുറമെ സൂര്യനെ കുറിച്ച് പഠിച്ചാൽ, അതിന്റെ വെളിച്ചത്തെ കുറിച്ച് പഠിച്ചാൽ, അതിന്റെ ചൂടിനെ കുറിച്ചും അതിൽ ഹീലിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചും അതൊക്കെ പഠിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട ഒരു ഘടകമാണ് സൂര്യന്റെ ഉദയവും സൂര്യന്റെ അസ്തമയവും. അതുകൊണ്ട് ഒരേ കാലാവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ പറഞ്ഞ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലൊക്കെ ജീവൻ പോലും സാധ്യമാവാതെ ഇങ്ങനെ വലിയ എന്താ പറയാ അധ്വാനമൊക്കെ എടുത്ത് ടൂറിസ്റ്റുകൾ എപ്പോഴെങ്കിലും യാത്ര പോകുക എന്നല്ലാതെ അതേ അവസ്ഥയിൽ മനുഷ്യന് സ്ഥിരമായി ജീവിക്കാൻ പറ്റുമോ? എപ്പോഴും ചൂടായാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? എപ്പോഴും തണുപ്പായാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? കൃത്യമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഉഷ്ണകാലം ശൈത്യകാലം. മക്കയിലെ ആളുകളോട് പിന്നെ ഈ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അവർ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് യാത്ര നടത്തിയതിനെ കുറിച്ച് സൂചിപ്പിച്ച് ആ നാഥനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയുന്ന സൂറത്ത് ഖുറൈശ് നമുക്കറിയാം. ഖുറൈശികൾ പ്രധാനമായും 2 യാത്രകൾ അവിടെ നടത്തിയിരുന്നു. ശൈത്യകാലത്തേക്ക്, തണുപ്പ് കാലത്ത് പോകുന്നത് വേറെ സ്ഥലമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മൾ നല്ല ഇപ്പം മഞ്ഞ് വീഴ്ചയൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് നമ്മൾ മണാലി ആ ഭാഗങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റുകൾ എമ്പാടും യാത്ര പോകുന്നു. അപ്പൊ അതിനെ അനുഭവിക്കാൻ കഴിയും, ഈ പ്രകൃതത്തെ അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്ത പ്രകൃതങ്ങൾ ഭൂമിയിൽ സംവിധാനിച്ച് ഈ പ്രകൃതങ്ങൾക്കനുസരിച്ച് വെറുതെ ടൂറിസ്റ്റുകൾ ഈ കാലാവസ്ഥ അനുഭവിക്കൽ മാത്രമല്ല, പ്രകൃതിയിൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. വ്യത്യസ്തങ്ങളായ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള കാർഷിക വിളകൾ ഉണ്ടാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത ചക്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിലെ സങ്കീർണതയെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും മാത്രം അനുഗ്രഹങ്ങളാൽ നിബിഡമാണവ. നമുക്കത് പഠിച്ചങ്ങ് തീർക്കാനൊന്നും പറ്റൂല. ഇനിയിപ്പം വലിയൊരു മേഖല തന്നെയല്ലേ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്, വലിയ മേഖല തന്നെയാണ്. നമ്മൾ ദിവസവും കാണുമല്ലോ ചാനലുകളിൽ കാലാവസ്ഥ, എത്രയോ ആപ്പുകൾ ഉണ്ടല്ലോ കാലാവസ്ഥയുടെ ആപ്പുകൾ. എങ്ങനെ ഇതൊക്കെ കണക്കൂട്ടുന്നത്? ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന കാലാവസ്ഥയായിരിക്കും എന്നെങ്ങനെ മനുഷ്യന് കണക്കൂട്ടാൻ പറ്റില്ല. ഇതെല്ലാം പറ്റിയത് പടച്ചറബ് സൃഷ്ടിച്ചു വെച്ച ഈ സൃഷ്ടി സംവിധാനം കൊണ്ടാണ്. കാലാവസ്ഥകളും ഈ ലൊക്കേഷനും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് റബ്ബുൽ മശ്രിഖൈൻ വ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊന്നും വെറുതെ അങ്ങ് കടന്നു പോവേണ്ട ഒരു ജീവിതമല്ല. സൗകര്യങ്ങൾ അനുഭവിക്കും തോറും പടച്ചറബിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റണം. അനുഗ്രഹങ്ങൾ കൂടുതൽ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ റബ്ബിനോട് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റണം. ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ പഴയ കാലത്ത്. സഹാബികൾക്ക് അറിയായിരുന്നോ ഈ ഇങ്ങനെ ഉദയാസ്തമാനങ്ങൾ മാറുന്നതിനെ കുറിച്ച്?
അവർക്കറിയായിരുന്നു ഈ ലൊക്കേഷൻ കണ്ടെത്താൻ അവർക്ക് കഴിയുമായിരുന്നോ? അവരുടെ കാലത്ത് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമായിട്ട് ഇങ്ങനെ വരച്ചിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളെക്കാൾ ഈമാൻ ഉണ്ടായിരുന്നു. എന്നാൽ അവരെക്കാൾ ഈമാൻ തത്വത്തിൽ വേണ്ടവർ നമ്മളാണ്. കാരണം നമ്മുടെ കയ്യിലാണ് ഈ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഈ അനുഗ്രഹങ്ങളൊക്കെ ഇത്രയും രൂപത്തിലാണ് റബ്ബ് സംവിധാനിച്ചത് എന്നതിനെ കുറിച്ചുള്ള അറിവ് കൂടുതലുള്ളത് നമുക്കാണ്. സഹാബികൾ കാലഘട്ടത്തിൽ ഇത്തരം അറിവില്ല. പടച്ചറബ് ഇങ്ങനെ പറഞ്ഞു, അവര് മല നോക്കി, അവര് മലകളെ നോക്കി, അവർ സൂര്യനെയും ചന്ദ്രനെയും മേലാപ്പിനെയും നക്ഷത്രങ്ങളെയും നോക്കി. അതാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങൾ. അത്രയേ അവർക്ക് ദൃഷ്ടാന്തങ്ങളുള്ളൂ. അതിന്റെ തഫ്സീൽ, അതിന്റെ വിശദമായ വിശദീകരണങ്ങളോ അത് റബ്ബ് സ്വീകരിച്ചിട്ടുള്ള ഈ ഇത്തരം സങ്കീർണമായ രീതികളോ അതൊന്നും അവർക്കറിയില്ല. എന്നിട്ടും അവരുടെ ഈമാൻ നമ്മളെക്കാൾ എത്രയോ മീതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ എത്രമാത്രം വർദ്ധിക്കണം. അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദൃഷ്ടാന്തത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, ദൃഷ്ടാന്തം കാണുമ്പോൾ മനസ്സിന് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമല്ലോ അള്ളാഹുവേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നത് സൂറത്തുൽ ബഖറയിലുണ്ട്. അപ്പൊ ദൃഷ്ടാന്തം കാണുമ്പോൾ ഇത്മിനാന് വരണം. റബ്ബി ഈ പറഞ്ഞതിന്റെ ആ പ്രാധാന്യം അതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമ്മളിൽ ഇത്മിനാൻ ഉണ്ടാവണം. പടച്ച റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് റബ്ബുൽ മശ്രിഖൈൻ, രണ്ട് കിഴക്കുകളുടെ അധിപൻ, റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് പടിഞ്ഞാറുകളുടെയും അധിപൻ. ഉദയം മാത്രമല്ല അസ്തമയം. ഇനി സമയം നോക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് ഓർമ്മ ഉണ്ടാവണം. നമ്മുടെ നിസ്കാര സമയം, ഇപ്പൊ നിസ്കാര സമയത്തിൻ്റെ ഒക്കെ ചാർട്ട് വന്നു. നബി തങ്ങളുടെ കാലത്ത് ചാർട്ട് ഉണ്ടാവും. ഇപ്പൊ നിസ്കാര സമയത്തിന് കൃത്യമായ ചാർട്ട് ഉണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഒരു ദാരിമി സഹോദരൻ അദ്ദേഹം നിർമ്മിച്ചത് ഓരോ മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിസ്കാര സമയം. കുറച്ചു മുമ്പ് ഒരു മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ജില്ല, 2-3 ജില്ല ആ നിലയിലൊക്കെ ആയിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോ ഓരോ മണ്ഡലത്തിന്റെയും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാര സമയം കാണുമ്പോൾ നിസ്കാര സമയത്തിൽ നമ്മൾ ഈ എന്താ പറയാ ആക്ച്വൽ സൺസെറ്റ്, യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിനെ, ജിയോഗ്രഫിക്കലി സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ സൂര്യൻ ഒന്ന് ചക്രവാളത്തിൽ തൊട്ടാൽ, നമ്മളെ ചക്രവാളത്തിൽ സൂര്യൻ തൊട്ടാൽ തന്നെ അസ്തമയം എന്നാണ് ഈ ജിയോഗ്രഫി പഠിക്കുന്ന ആളുകളൊക്കെ പറയാം. ആ സമയമായിരിക്കും ഈ ഗൂഗിളിലൊക്കെ നോക്കിയ അസ്തമയം. എപ്പോ മഗ്രിബിന്റെ ടൈം എന്ന് പറഞ്ഞിട്ട് അസ്തമിക്കുന്ന സമയം. നമ്മളൊക്കെ ആ അസ്തമയത്തിന്റെ സമയമാവൂല. അതൊന്നും അറിയാതെ ചില ആളുകൾ ഗൂഗിളിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൽ നോക്കിയിട്ട് ബാങ്ക് വിളിക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാടുകളിലും ചില ഇടങ്ങളിലൊക്കെ ഉണ്ട്. നേരത്തെ ബാങ്ക് വിളിച്ചേക്കുക. അപ്പൊ ഇപ്പൊ എല്ലാം കണക്കിലല്ലേ, കൃത്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ആസ്ട്രോണമിക്കൽ സൺസെറ്റ് മാത്രം പരിഗണിച്ചിട്ട്. ആസ്ട്രോണമിക്കൽ സൺസെറ്റ് എന്ന് പറയുന്നത് മെല്ലെ ഒന്ന് തൊട്ടാൽ തന്നെ ഉണ്ടാവുന്ന സാധനം. ചക്രവാളത്തിൽ സൂര്യൻ തൊട്ടാൽ അവർ അസ്തമയായി. നമുക്കങ്ങനെ അസ്തമയാവൂല. മാത്രല്ല ഒരു സ്ഥലത്ത് തന്നെ അസ്തമയം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ വലിയ ബുർജ് ഖലീഫ പോലെ ഒരു ബിൽഡിംഗ് എടുത്താൽ അവര് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ പറ്റൂല. കാരണം അവരെ അസ്തമയം നമ്മളെ അസ്തമിച്ചതിനും ശേഷേ അസ്തമിക്കൂ. കാരണം ഉയരത്തിലുള്ള ആള് സൂര്യനെ കുറച്ചും കൂടി കാണുമല്ലോ. ദുബൈ വെച്ച് നോക്കിയാൽ മതി. ദുബൈയിലെ ബുർജ് ഖലീഫന്റെ താഴത്തെ നിലയിലുള്ള ആള് നോമ്പ് തുറക്കുന്ന സമയത്ത് മുകളിലത്തെ നിലയിലുള്ള ആൾക്ക് നോമ്പ് തുറക്കാൻ പറ്റൂല. കാരണം 1 കിലോമീറ്റർ നീളമുള്ള ബിൽഡിങ്ങാ. അപ്പൊ 1 കിലോമീറ്റർ മുകളിലുള്ള ആൾക്ക് സൂര്യൻ അവിടെ ഗൂഗിളിൽ നോക്കിയാൽ ഒരേ സൂര്യാസ്തമയം ഉണ്ടാവാം. പക്ഷെ താഴെയുള്ള ആളെ പരിഗണിച്ചിട്ട് മുകളിലുള്ള ആള് നോമ്പ് തുറന്നാൽ അയാളെ നോമ്പ് ശരിയാവൂല, അയാളെ നോമ്പ് പൂർണ്ണാവൂല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളെ ഒരു മണ്ഡലത്തിലെ ഉയരമുള്ള സ്ഥലം, പരമാവധി ഉയരമുള്ള സ്ഥലം, അതെടുത്തിട്ടാണ് ആ ദാരിമി സഹോദരൻ ഓരോ മണ്ഡലത്തിന്റെയും നിസ്കാര സമയം കണക്കാക്കി തന്നത്. അപ്പൊ നമ്മുടെ ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ സൂര്യൻ അസ്തമിക്കുന്നതിനെയും പരിഗണിച്ചിട്ടാണ് ഇവിടെ ബാങ്ക് കൊടുക്കുക. അപ്പൊ ഈ മണ്ഡലത്തിലെ എല്ലായിടത്തുള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാൻ പറ്റും. മഗ്രിബാകും. അപ്പൊ അതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. ഈ കണക്കൊക്കെ നോക്കുന്നത് ഈ പറഞ്ഞതുപോലെ സൂര്യന്റെ അസ്തമയത്തെയും ഉദയത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബിൻ. അല്ലാഹു പഠിക്കാനുള്ള മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അന്ധമായി അത്തരം കണക്കുകളെ ഒക്കെ ആശ്രയിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം ഉണ്ടാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലൂടെ ഈ മാസം കാണുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട് അത്തരം ചില ചർച്ചകളൊക്കെ
അതിനെക്കുറിച്ച് വേണ്ടത്ര കാഴ്ചപ്പാടോ അറിവോ ഇല്ലാത്ത ആളുകൾ അത്തരം മേഖലകളിൽ ഇപ്പൊ ഒക്കെ കണക്കല്ലേ എന്നങ്ങ് പറഞ്ഞ് സംസാരിക്കാറുണ്ട്. അങ്ങനെ ലാഘവത്തോടെ കാണേണ്ടതല്ല. നിസ്കാരത്തിന്റെ സമയമാണെങ്കിലും മാസം ഗണിക്കുന്നതാണെങ്കിലും അതൊക്കെ കൃത്യമായ നമ്മുടെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, മഹത്തുക്കളായ നമ്മുടെ ഉലമാ അതൊക്കെ കൃത്യമായി സംശോധന ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാവണം. ദീന് വളരെ കൃത്യമായിട്ടാണ്. ഈ പ്രപഞ്ചത്തൊക്കെ ഇത്രയും കൃത്യമായി സംവിധാനിച്ച റബ്ബ് തന്നെ ഈ ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖ് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹും. ഈ കിഴക്കുകളെയും ഈ പടിഞ്ഞാറുകളെയും ഒക്കെ പരിപാലിക്കുന്ന റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇതാ ഇതിനേക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്ന് പറയുന്നിടത്താണ് ഒരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഉദയവും അസ്തമയവും ഇത്രയും വലിയ സൂര്യന്റെ ചലനം ഭൂമിക്ക് അനുപാതമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് ഈ ഭൂമിയിലെ നിസ്സാരമായ ഒരു സമൂഹത്തെ അങ്ങ് മാറ്റിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമുള്ള കാര്യമാണോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ സൂര്യനെ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മാറ്റിമറിച്ച് കാലാവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്ന റബ്ബിന് ഈ മനുഷ്യന്മാരെ, നിസ്സാരരായ മനുഷ്യന്മാരെ മാറ്റിയിട്ട് വേറൊരു മനുഷ്യന്മാരെ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു സംഭവമാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഒരു സമൂഹത്തെ നശിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ് എന്ന് പറയാനാണ്. അത് പറയുന്നിടത്താണ് ഈ മശാരിഖ് മഗാരിബ് എന്ന് പറയുന്ന പ്രയോഗം ഒരിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളും അള്ളാഹു അതിനെ തർബിയത്ത് ചെയ്യുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈമാൻ വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈമാൻ വർദ്ധിച്ചേ പറ്റൂ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമയം, നിസ്കാര സമയത്ത് ഇവിടെ കൃത്യമായിട്ട് ഇത് നമ്മുടെ ദാരിമിയുടെ ഇതിനനുസരിച്ച് പിന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള സമയമാണ്. സമയം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം, ഉദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. അതാണ് ഉദിച്ചു കഴിഞ്ഞ് ഒരു കുന്തത്തിന്റെ കതിർ എന്നാണ് നമ്മൾ പറയാം. അത്രയായി കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഷുറൂഖ് അല്ലെങ്കിൽ ഇഷ്റാഖ്, സലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയാറുണ്ട്. ഉദയം സംഭവിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു നിസ്കാരം, ഇതൊരു സുന്നത്താണ്. കാരണം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്കുള്ള ഗുണപാഠങ്ങളാണ് ഈ സമയമാറ്റങ്ങൾ, സ്ഥലമാറ്റങ്ങൾ. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് പടച്ചറബ് ചിന്തിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഗുണപാഠങ്ങളാണ്. ഈ പ്രകൃതി മുഴുവൻ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന മദ്രസയാണ്. ഈ പ്രകൃതി മുഴുവൻ റബ്ബിനെ കുറിച്ചുള്ള പാഠങ്ങൾ പകർന്നു തരുന്ന ഗുരുനാഥനാണ്. പ്രകൃതി വലിയ ഗുരുനാഥനാണ്. ഇത് മുഴുവൻ നമുക്ക് റബ്ബിനെ പരിചയപ്പെടുത്തി തരികയാണ്. ഓരോന്നും സൂര്യനും ചന്ദ്രനും ഉദയവും അസ്തമയവും രാവും പകലും എല്ലാം നമ്മളെ ലൊക്കേഷനും നമ്മളെ സമയവും നമ്മളെ വാച്ചും എല്ലാം റബ്ബിനെ പഠിപ്പിച്ചു തരികയാണ്, റബ്ബിനെ ഓർമ്മിപ്പിച്ചു തരികയാണ്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും തന്നെ ഇല്ല അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന ദൃഷ്ടാന്തമായിട്ടല്ലാതെ എന്ന് മഹാകവി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും തന്നെ ഇല്ല പടച്ചറബിനെ അവന്റെ ഏകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്. ഒരൊറ്റ ഒരാളല്ല ഇതൊന്നും ചെയ്തതല്ലെങ്കിൽ ഒരാളുണ്ടാക്കിയ സിസ്റ്റം ആയിരിക്കൂലല്ലോ മറ്റേ ആൾ ഉണ്ടാക്കുക. ഒരു ദൈവം ഒരു നിലയിലാണ് ഉണ്ടാക്കിയത്. ഒരാൾ ഉണ്ടാക്കിയ സിസ്റ്റം അല്ല മറ്റേ ആൾ ഉണ്ടാക്കുക. എല്ലാം ഒരുത്തന്റെ സിസ്റ്റമാണ്, ഒരാളുടെ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഒരേ ഭൂമി ഒരു സോളാർ സിസ്റ്റത്തിലായത്. അതാണ് ആ സോളാർ സിസ്റ്റം ഒരു മിൽക്കി വേയിലായത്. അതാണ് ആ മിൽക്കി വേ ഒരു ക്ലസ്റ്ററിലായത്. അതാണ് അതൊരു സൂപ്പർ ക്ലസ്റ്ററിലായത്. എല്ലാം കൃത്യമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒരൊറ്റ സൃഷ്ടാവ് ആണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ളത് എന്ന മഹാസത്യത്തെ വിളംബരം ചെയ്യുന്ന രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രകൃതി അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 17-ാമത്തെ ആയത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞു, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബ്, വേറൊന്നുമില്ല. റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, അത് മാത്രം പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ, നിങ്ങളുടെ റബ്ബിന്റെ, ജിന്നുകളെ മനുഷ്യരെ, ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമാണ്. കാരണം അവർക്കും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അതുകൊണ്ട് പറയാണ്, ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? റബ്ബിക്കുമാ, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏത് അനുഗ്രഹങ്ങളെയാണ് തുക്കദിബാൻ നിങ്ങൾ തള്ളിപ്പറയുക എന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാന തപ്പത്തിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി പ്രവേശിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ എന്ന കാര്യത്തെ തന്നെയാണ്. ഇന്നത്തെ മഗ്രിബോടുകൂടിയാണ് നമ്മൾ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുക. നമുക്ക് റമദാൻ വരുന്നത്, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന മശ്രിഖൈൻ മഗ്രിബൈൻ എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സമയങ്ങളെല്ലാം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ടല്ലോ,
നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ സമയം എന്നുള്ളത് വേറൊരു സാധനം ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഡയമെൻഷനാണ്. നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു. അപ്പം നമ്മളെ ജീവിത യാത്രയെ മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതിയിലെ ഈ യാത്രയെ വെച്ച് നമ്മൾ സമയം, ദിവസം, മാസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ഇങ്ങനെയൊക്കെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഈ സഞ്ചാരവും കറക്കവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട സാധനങ്ങളാണ്. നമ്മളെ ലൈഫാണ് പോകുന്നത്, നമ്മളെ ലൈഫാണ് തീരുന്നത്. നമ്മളെ ജീവിതത്തിൽ പടച്ചറബ് എത്രയാണോ അവസാനത്തെ 10 കണക്കാക്കിയതെങ്കിൽ അതിലെ ഒരുപക്ഷെ അവസാനത്തേതാവാൻ സാധ്യതയുള്ള ഒരു അവസാനത്തെ 10-ലായിരിക്കാം നമ്മൾ ഇന്ന് മഗ്‌രിബിന് ശേഷം അതുവരെ നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ പ്രവേശിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പടച്ചറബിനോട് അടുക്കാൻ പറ്റണം. ഈ ദൃഷ്ടാന്തങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ആലോചനകൾ പ്രധാനമാണ്. പക്ഷേ ആ ആലോചനകൾ നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കേണ്ടതുണ്ട്. 10 നാളുകൾ നമ്മൾ റഹ്മത്ത് ചോദിച്ചു, 10 നാളുകൾ നമ്മൾ മഗ്‌ഫിറത്ത് ചോദിച്ചു. കുറച്ചുകൂടി ഹാസായി വരികയാണ്. പ്രത്യേകം റഹ്മത്തിലെല്ലാം പെട്ടു, മഗ്‌ഫിറത്തും പെട്ടു, എത്തുക്കും പെട്ടു. മഗ്‌ഫിറത്തിൽ എത്തുക്ക് പെട്ടു. പിന്നെ അവസാനമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നരകത്തിൽ കടക്കാതിരിക്കണം, സ്വർഗത്തിലെത്തണം. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദ്യത്തെ 10 എല്ലാ റഹ്മത്തും നമ്മൾ ചോദിച്ചു. രണ്ടാമത്തെ 10 നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മഗ്‌ഫിറത്ത് ചോദിച്ചു. റഹ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള മഗ്‌ഫിറത്ത് ചോദിച്ചു. ഇനി മഗ്‌ഫിറത്ത് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പടച്ചോന്റെ മഗ്‌ഫിറത്ത് കിട്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം. ഇതാണ് നമ്മളെല്ലാവരുടെയും ആശ. ഇത് നമ്മുടെ ആത്യന്തികമായ ആശയാണ്. നമ്മുടെ ഈ ലോകമൊക്കെ തീരും, ഈ ജീവിതമൊക്കെ തീരും. ഈ ഉദയാസ്തമാനങ്ങളെക്കുറിച്ചൊന്നും ഇനി പഠിക്കേണ്ടതില്ലാത്ത നമ്മുടെ ഒരു ജാൺ മീതെ സൂര്യൻ ഉദിച്ച് ഉയരുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മുടെ കാലിനത്ര അല്ലെങ്കിൽ അരയുടെ ഭാഗത്തിനത്ര, കഴുത്തിനോളം ഒക്കെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന വ്യത്യസ്തരായ ആളുകളായി മനുഷ്യർ മാറും. ഇന്ന് ഒരു ഉദയവും ഒരസ്തമയവുമാണെങ്കിൽ, ഇന്ന് ശൈത്യകാലവും ഉഷ്ണകാലവുമാണെങ്കിൽ അന്ന് അങ്ങനെയല്ല. അന്ന് ആളുകൾക്കനുസരിച്ച് കാലവ്യത്യാസം ഉണ്ടാകും. ആളുകൾ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ചൂട് പേറേണ്ടി വരും, ചിലർ തണുപ്പ് പേറേണ്ടി വരും. രണ്ടും ഉണ്ട് എന്നാണല്ലോ. സ്വർഗം, നരകം തണുത്തതുമുണ്ട്. സംഹരീർ എന്ന് പറഞ്ഞാൽ നരകത്തിലെ കടും തണുപ്പാണ്. അന്റാർട്ടിക്കയിലെ തണുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4 കിലോമീറ്റർ നീളമുള്ള ഐസ് കട്ട, 4 കിലോമീറ്റർ കനമുള്ള ഐസ് കട്ടയുള്ള സമുദ്രമാണ് അന്റാർട്ടിക്ക എന്ന് നമ്മൾ അറിഞ്ഞു. ഇതൊക്കെ ഇതിനെയൊക്കെ സ്പിരിച്വലായി നമ്മൾ വായിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ചൂടും നിങ്ങൾക്ക് കിട്ടുന്ന തണുപ്പും നരകം വിടുന്ന ശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നരകത്തെക്കുറിച്ച് നമുക്ക് ഈ സൂറത്തിൽ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരകം 2 തവണ ശ്വാസം വിടുന്നു. ഒന്ന് ചൂടുള്ള ശ്വാസവും ഒന്ന് തണുപ്പുള്ള ശ്വാസവും. അത് കാരണമാണ് ചൂട് നിലനിൽക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ 150 മില്യൺ കിലോമീറ്റർ അകലെയാണ് നമ്മളെ സൂര്യനെങ്കിലും സൂര്യനെ നിന്നാണ് നമുക്ക് ചൂട് വരുന്നതെങ്കിലും ആ ചൂടിന്റെ സ്രോതസ് നരകത്തിന്റെ ശ്വാസമാവാലോ. അതിനെ നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. അപ്പൊ നരകത്തിന്റെ ശ്വാസത്തിൽ നിന്ന് ചൂടും തണുപ്പും കിട്ടുന്ന കാലാവസ്ഥയെ അനുഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്തെ ചെറിയ കാലത്തെ ജീവിതം നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആത്യന്തികമായ സന്തോഷത്തിന്റെ സ്വർഗം ഉണ്ടാവണം. ഈ ആത്യന്തികമായ ദുഃഖത്തിന്റെയും വേദനയുടെയും കഠിന ചൂടിന്റെയും കഠിന തണുപ്പിന്റെയും നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. അതിനാണ് ഇന്ന് മഗ്‌രിബ് മുതലുള്ള ദിവസങ്ങളെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ രാവാണ് ഇന്നത്തെ രാത്രി, 21-ാം രാവ്. അതാണ് ഇന്ന് മഗ്‌രിബ് അസ്തമിച്ച് ഇന്ന് മഗ്‌രിബായി നമ്മളിലേക്ക് വിരുന്നെത്തുന്നത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ ഒട്ടേറെ മഹാന്മാർ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിട്ടുള്ള രാവാണ് പ്രിയപ്പെട്ടവരെ 21-ാം രാവ് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, ഇതാ നിങ്ങൾ ഒറ്റയിട്ട രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കണം എന്നാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം എന്നാണ്. അത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. കാരണം ലൈലത്തുൽ ഖദ്റിൽ കൂടുതലായി പടച്ച റബ്ബിന്റെ നിഅമത്ത് നമുക്ക് ലഭിക്കുമെന്ന്, നമുക്ക് നരകമോചനം ലഭിക്കുമെന്ന്, മലക്കുകളുടെ മുആനഖയും മലക്കുകളുടെ ആലിംഗനവും മലക്കുകളുടെ സലാം പറച്ചിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന്. ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പ്രതീക്ഷ പോലും ഇല്ലാത്ത ആൾക്ക് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുക? നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാവണം, ആശയുണ്ടാവണം. എനിക്കും ലൈലത്തുൽ ഖദ്ർ അനുഭവിക്കണമെന്ന്, എനിക്കും ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളുടെ കൈപിടിക്കണമെന്ന്, അവരുടെ സലാം അറിയണമെന്ന്, എനിക്കും ഇത്ഖ് റബ്ബ് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവരിൽ എനിക്കും ഉൾപ്പെടണമെന്ന്. ഈ ആശയൊക്കെ നമ്മളെ മനസ്സിൽ വെച്ചിട്ടാവണം ഇന്നത്തെ മഗ്‌രിബിനെ നമ്മൾ വരവേൽക്കേണ്ടത്. മഗ്‌രിബിനെ വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ രാവുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ, കുടുംബത്തെ അവരോടൊക്കെ ഒന്ന് സാധാരണ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തിയിട്ട് ഈ 10 ദിവസം എന്നെ ഒന്ന് വിട്ടുതരണമെന്ന് പറഞ്ഞ് അരയുടുപ്പൊന്ന് കെട്ടി മുറുക്കിയിട്ട്
അങ്ങനെയാണ് ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജദ്ദ, അങ്ങ് അധ്വാനിക്കാൻ തുടങ്ങും. ജദ്ദ എന്ന് പറഞ്ഞാൽ അതാണ്, അങ്ങ് അധ്വാനിക്കാൻ തുടങ്ങും. വശദ്ദ മിസ്റ, അവിടുത്തെ അരയുടുപ്പൊന്ന് മുറുക്കിക്കെട്ടും. അഥവാ അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കാനുള്ള ആശയിലാണ് ആ മുറുക്കിക്കെട്ടൽ. അള്ളാഹുവിന്റെ തൃപ്തി കൂടുതലായി സമ്പാദിക്കാൻ കഴിയണമെന്ന ആഗ്രഹത്തോടെയാണ് ആ മുറുക്കിക്കെട്ടൽ. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. എല്ലാം നേടിയ, എല്ലാം അള്ളാഹു നൽകിയ മനുഷ്യനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം. അവിടുന്ന് പോലും ഈ രാവുകളെ ഇത്രമാത്രം പ്രാധാന്യത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഠിക്കുന്നതും നമ്മൾ ഈ കേൾക്കുന്നതും നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ നമ്മൾ റബ്ബിനോട് അടുപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി റബ്ബ് തന്ന ഏറ്റവും വിശിഷ്ടമായ നേരങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് മഗ്രിബോടുകൂടി പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആശയോടെ പ്രവേശിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സ് റബ്ബിന് വേണ്ടി കൊതിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കൊതിക്കുന്ന ഒരു മനസ്സായി നമ്മുടെ മനസ്സ് രൂപപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഇഷ്ടത്തോടു കൂടി നമ്മൾ ഇന്ന് രാത്രി പ്രവേശിക്കണം. കഴിവിൻ്റെ പരമാവധി സമയം പള്ളിയിൽ ചെലവഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വീടിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു അവിടുത്തെ പള്ളി എന്ന് നമുക്കറിയാം. പള്ളിയോട് ചേർന്നിട്ടായിരുന്നു അവിടുത്തെ വീട് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അവിടുന്ന് എല്ലാ സമയവും പള്ളിയിലായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയോടൊരു കെട്ടിയിടൽ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് എന്നാണ്. പള്ളിയോടൊരു കെട്ടിയിടൽ ബന്ധം ഉണ്ടാവണമെന്നാണ്. എപ്പോഴും പള്ളിയുടെ പുറത്തെത്തിയാൽ ഒന്ന് പള്ളി കയറണം, 2 റക്അത്ത് നിസ്കരിക്കണം, കുറച്ച് ഓതണം, ഈ ഒരു ചിന്ത എല്ലാ സമയത്തും ഒരു മുഅ്മിന്റെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ്. എന്നാൽ ഈ റമദാനിലെ 10 ആയി കഴിഞ്ഞാൽ പരമാവധി സമയം ആവുമെങ്കിലും മുഴുവൻ സമയം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളിലെങ്കിലും, അതാണല്ലോ കൂടുതൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ രാവുകൾ. അതുകൊണ്ട് ഒറ്റയിട്ട രാവുകളിലെങ്കിലും നമ്മൾ പള്ളിയിലെത്തണം. തറാവീഹ് കഴിഞ്ഞ് നമ്മൾ പോയാൽ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒന്നിങ്ങി വരിക, ഭാര്യയൊക്കെ ഉറങ്ങിയാൽ, മക്കളൊക്കെ ഉറങ്ങിയാൽ പള്ളിയിലേക്ക് വരിക. പള്ളിയിൽ വന്ന് 2-4 റക്അത്തുകൾ നിസ്കരിക്കുക, എത്രയാണോ ആവുന്നത് നിസ്കരിക്കുക. കുറച്ചൊക്കെ ഖുർആൻ ഓതുക, കുറച്ചൊക്കെ ഇരുന്ന് ഖുർആൻ ഓതുക. എന്നിട്ട് ഉറക്കം വരുമ്പോൾ ഒന്നുകിൽ പള്ളിയിൽ ഉറങ്ങുക, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉറങ്ങുക. കുറച്ചെങ്കിലും സമയം രാത്രിയാണ് പ്രധാനം. അവസാനത്തെ 10 രാത്രിയാണ് പകലിനേക്കാൾ പ്രധാനം. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാത്രിക്കാണ് പ്രാധാന്യമുള്ളത്. ലൈലത്തുൽ ഖദ്റാൻ, അത് പകലിലല്ല, ലൈലത്തുൽ ഖദ്റാൻ. അപ്പം അതുകൊണ്ട് ആ രാത്രിയാണ് പ്രധാനപ്പെട്ടത്. ആ രാത്രി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നാണ്. പിറ്റേന്ന് പ്രഭാതോദയം വരെയാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുക. പ്രഭാതോദയം സംഭവിക്കുന്നതിനിടയിലുള്ള സമയത്ത് പടച്ച റബ്ബിനോട് മിണ്ടി പറയാൻ, അവൻ്റെ മുന്നിൽ മഗ്ഫിറത്ത് തേടാൻ, അവനോട് ഇത്ഖ് ചോദിക്കാൻ, അവന് മാറ്റിപ്പിടിക്കുമല്ലോ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയും. പടച്ചോനെ ഇത്ഖ് തരണം, മോചനം തരണം, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എനിക്ക് ഒരിടവും തരണം എന്ന് റബ്ബിനോട് ആവശ്യപ്പെടാനുള്ള നിമിഷങ്ങളാണ്. ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, റഹ്മത്തുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇതൊക്കെ ആലോചിക്കാൻ റബ്ബ് പറയുന്നത് റബ്ബിനോട് കൂടുതൽ ബന്ധമുണ്ടാക്കിയെടുക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കൂടുതൽ റബ്ബിനോട് അടുക്കുന്ന നേരങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു ഇതിനെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പറഞ്ഞത് കേട്ടതീരുന്നത് ചർച്ച ചെയ്തത് എല്ലാം നിന്റെ പൊരുത്തത്തിലുള്ള അമലുകളിൽ പെടുത്തി നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ പോരായ്മകളും അപാകതകളും പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ നിന്റെ റിള സമ്പാദിക്കാനുള്ള ഇരുത്തമായി ഞങ്ങളുടെ മജ്ലിസുകൾ ഓരോന്നിനെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ റമദാൻ അവസാനത്തോടടുക്കുമ്പോൾ നിന്നോട് കൂടുതൽ അടുപ്പമുണ്ടാക്കിയവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദ്ർ ഈ വർഷം അനുഭവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിനനുസരിച്ച് ഒരുപാട് അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ കലാമിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഭൗതികമായ ഞങ്ങളുടെ മുറാദുകളിൽ ഹലാലായവ ഖൈറായ നിലയിൽ സാധിപ്പിച്ചു തരണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കീറിമുറിക്കപ്പെടുന്ന സുഖങ്ങളിൽ നിന്ന് നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മരണം ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ കലിമയുച്ചരിച്ചുള്ള മരണം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا